സഹോദരൻ്റെ കാര്യവുമായിട്ടാണ് അവരുടെ വീട്ടിലുള്ള ഒരു അനിയനാണ് ഇദ്ദേഹത്തിൻ്റെ. 21 വയസ്സായിട്ടുണ്ട്. അയാൾ ഹാഫിളാണ്. വേറെ ദുസ്വഭാവങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അയാൾ ഗെയിമിന് അഡിക്ഷനാണ്. ഇയാൾ ഫോണിൽ ഗെയിം കുറേ വർഷങ്ങളായി റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, ഗെയിം കളിക്കുക. എന്നിട്ട് അതിൻ്റെ ത്രില്ലിൽ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുക. അപ്പോൾ അയാളെ കളിയിൽ ജയിക്കുമ്പോൾ നമ്മൾ ഫുട്ബോളിലൊക്കെ കാണുന്ന പോലെ ആരവുണ്ടാക്കിയിട്ട് അങ്ങനെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇതിന് അടിമപ്പെട്ടിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഭയങ്കര വിഷമത്തിലാണ് കുടുംബം മൊത്തത്തിൽ. അല്ല, നമ്മൾ ഈ അഡിക്ഷൻസ് ഏതായാലും അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ അടിമയാവുക എന്നാണ് അർത്ഥം. അതായത് നമ്മളൊരു വ്യക്തിത്വത്തിലും നമ്മുടെ ഒരു വിശ്വാസത്തിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ എന്ത് ചെയ്യണം, എവിടെ പോകണം, എന്താണ് നമ്മുടെ ലക്ഷ്യം, ഇതൊക്കെ നമ്മൾ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ രാവിലെ ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ വീട്ടിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കും, നമുക്ക് വായിക്കുകയാണെങ്കിൽ വായിക്കും, ഖുർആൻ ഓതാണെങ്കിൽ ഓതും, നമുക്ക് എന്തെങ്കിലും പ്രബോധനരംഗത്ത് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് പോകും. ഇതാണ് നമ്മുടെ നോർമലായിട്ട് എൻ്റെ സമയത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ദിവസത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ എല്ലാം ഞാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. അതാണ് ഒരു യഥാർത്ഥമായ ഒരു നോർമൽ ലൈഫ് എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മൾക്ക് എന്തിനോടെങ്കിലും ഒരു അമിതമായ ആസക്തി വരുന്നതോടുകൂടെ ആ ആസക്തിയുള്ള വസ്തു ഏതാണോ അത് നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പോൾ മദ്യം നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങും. പിന്നെ മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അവനെ നിയന്ത്രിക്കുന്നത് മദ്യമാണ് എന്ന് പറഞ്ഞാൽ അവന് കുടിക്കണം, അതിന് പണം ഉണ്ടാക്കണം, അതിനു വേണ്ടി ജീവിക്കണം, അതിനു വേണ്ടി പോകണം. അപ്പോൾ അവിടെ മദ്യം എന്ത് പറയുന്നുവോ അതവൻ അനുസരിക്കുന്നു. അപ്പോൾ അവൻ ഭാര്യ നഷ്ടപ്പെടുന്നു, അവൻ്റെ ജോലി നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു. എന്തൊരു അഡിക്ഷൻസ് വന്നാലും ആ അഡിക്ഷൻ എന്ത് ചെയ്യും, അവരുടെ ജീവിതത്തെ വഴിതെറ്റിക്കും. ഒരു പെൺകുട്ടിയുടെ പ്രേമത്തെക്കുറിച്ച് ഞാനിപ്പോൾ അടുത്ത ദിവസം കേട്ടു. ആ പ്രേമം, കൂടെ പഠിക്കുന്നവനോടുള്ള പ്രേമത്തിൻ്റെ ആസക്തി മൂലം അവൾ എന്ത് ചെയ്തു, വീട്ടിൽ തന്നെ ഒരു ആബ്സെൻറ്റ് മൈൻഡഡായി, ഒന്നും ശ്രദ്ധയില്ല. അവസാനം വീട്ടുകാരും പഠിക്കുന്ന സ്ഥാപനത്തിലെ ആൾക്കാരും എന്ത് തീരുമാനിച്ചു, ഇനി ഇവൾ പഠിക്കണ തീരുമാനിച്ചു. കാരണം അവൾ കോളേജിൽ വന്നൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്തു, അവൾ വീട്ടിലിരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. വളരെ എല്ലാം A+ കിട്ടി, വളരെ ബ്രില്യൻ്റായ ഒരു കുട്ടീനെ എന്ത് ചെയ്തു, ആ പ്രേമം നിയന്ത്രിച്ചു. അതൊരു അഡിക്റ്റായി. അപ്പോൾ ആ പ്രേമത്തിൻ്റെ കൺട്രോളിലായി അവൾ. അപ്പോൾ അവൾക്ക് എന്താണ്, മെസ്സേജ് അയക്കാനും, ഇവനോട് സംസാരിക്കാനും, ഇവനെ കാണാനും, ഇവൻ്റെ കൂടെ ജീവിക്കാനും, ഇവനെ കല്യാണം കഴിക്കാനും ഉള്ള ചിന്തകൾ മാത്രമായി മാറി. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഗെയിമിൻ്റെ അഡിക്ഷൻ. അദ്ദേഹം ആദ്യം വെറുതെ രസത്തിന് വേണ്ടി ഗെയിം കളിച്ചാണ്. പക്ഷെ ആ കളി എന്ത് ചെയ്തു, അവസാനം അയാൾക്ക് അഡിക്ഷനായി. ഇനി അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ലൈഫിൽ എന്തെങ്കിലും അയാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഗെയിമിൽ നിന്ന് മാത്രം. ഭക്ഷണത്തിൽ പോലും അയാൾ എന്ത് കാണുന്നുണ്ടായിരിക്കില്ല, ഒരു ആസ്വാദനം കാണുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഈ ഫോണ് അയാൾ മാറ്റി വെച്ച് അയാളുടെ പഴയ ജീവിതത്തെ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണം, ആദ്യം ഈ ഗെയിം പൂർണ്ണമായും അയാൾ നിർത്തണം. അപ്പോൾ അത് അയാൾക്ക് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ഫോൺ വാങ്ങി വെച്ചിട്ട് അയാൾക്ക് ഫോൺ കിട്ടാത്ത രൂപത്തിൽ അയാളെ ലോക്ക് ചെയ്ത് നിർത്തി ഒരു മാസമോ 2 മാസമൊക്കെ നിർത്തി പരിചരിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് മാറുള്ളൂ. അതിനാദ്യം ഇതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ആവശ്യതയെക്കുറിച്ചും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനാണ് ആദ്യ സ്റ്റെപ്പ്. അദ്ദേഹം ഭയങ്കര പ്രതിസന്ധിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒരുപക്ഷേ ഈ ഗെയിമോടുള്ളത് അറിയണ്ടായിരിക്കും. അപ്പോൾ അയാൾക്ക് നമ്മളൊരു ഉപദേശം കൊടുത്തിട്ട് ഇതൊന്ന് രക്ഷപ്പെട്ടേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അയാൾ എങ്ങനെ ഞാൻ രക്ഷപ്പെടും ചോദിക്കും. അപ്പോൾ നമ്മൾ അയാൾ എന്ത് ചെയ്യുക, ഒരു അഡിക്ഷൻ ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ട് അയാളെ തിരിച്ചുകൊണ്ടു. ഇനി ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ എല്ലാ അഡിക്ഷൻസും അവസാനം അയാളുടെ ജീവനും കൊണ്ടേ പോകും. അയാളിനി ഒന്നിനും കഴിയാത്ത ഒരു നിഷ്ക്രിയനായി അയാളുടെ ജീവിതം എന്ത് ചെയ്യും, പതുക്കെ അങ്ങ് തീർന്നു പോകും. അതാണ് അതിൻ്റെ പരിണിതി. അപ്പോൾ നാട്ടിലിപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ കേൾക്കുന്നവരത് മനസ്സിലാക്കേണ്ടത്, ഇതിനുള്ള സൗകര്യങ്ങൾ നാട്ടിലുണ്ട്. ഡി അഡിക്ഷൻ സെൻറ്റർ പോലെയുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തി അത്തരം അഡിക്ഷനായ ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സൗകര്യമാണ്, ദീനീപരമായ മോചനം തന്നെയാണ് അതിലുണ്ടാവുക. തീർച്ചയായിട്ടും അത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്